പക്ഷെ ഇന്ന് പല കുടുംബത്തിലും ആണിനെ പരിഹസിക്കാൻ ആളുകൾക്ക് താല്പര്യം. അല്പം വരുമാനം കുറഞ്ഞ ആളൊന്നിനും പറ്റാത്തവനായി ഒരായുസ് മുഴുവൻ കുടുംബത്തെ കണ്ണിലെ കൃഷ്ണവഴി പോലെ കൊണ്ടു നടന്നാലും എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോഴേക്കും അവൻ അപമാനിക്കപ്പെടാൻ തുടങ്ങി. സമ്പത്തിന്റെ കാര്യത്തിൽ, സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഇവിടെ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, സഹോദരിമാരാവട്ടെ, ഉമ്മമാരാവട്ടെ, ഭാര്യമാരാവട്ടെ, എല്ലാ ആണുങ്ങൾക്കും സമ്പത്ത് ഒരുപോലെയല്ല. ഒരുപോലെ കെട്ടിപ്പടുത്ത പല സമ്പത്തിനും പലർക്കും ഉപകാരപ്പെട്ടിട്ടില്ല. ഓരോ സമയത്തും പടച്ചവൻ ഓരോരുത്തർക്കും ഓരോ അവസ്ഥ വരുത്തും. അത് പ്രകൃതിയുടെ, റബ്ബിന്റെ തീരുമാനമാണ്. നമ്മൾ ഓരോരുത്തരും പറയാറില്ലേ, ചിലപ്പോൾ മനസ്സിന് വലിയ സന്തോഷം, ചില ആഴ്ചകളിൽ മനസ്സിന് വല്ലാത്ത സങ്കടം. അൽ ഈമാനു യസീദു വയൻഖുസു, ചിലപ്പം ഭയങ്കര ഈമാൻ, ചിലപ്പം ആ ഈമാനിന്റെ ഒരു കണിക പോലും മനസ്സിലില്ലാതെ വരും. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ അള്ളാഹു കൊടുക്കുന്ന ഏറ്റക്കുറച്ചിലനുസരിച്ച് ആണിനെ അപമാനിക്കരുത്, ആണിനെ താഴ്ത്തിക്കെട്ടി സംസാരിക്കരുത്. പല കുടുംബത്തിലും പല മരുക്കളും പിയാപ്പിളാരും ഒരേ കോലത്തിലായിക്കൊള്ളണമെന്നില്ല. ചിലർക്ക് സാമ്പത്തിക സ്ഥിതി ഉണ്ടാകും, ഓന്റെ വാപ്പ അത്യാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടാകും. വാപ്പാന്റെ സ്ഥാപനത്തിൽ ചെന്നിരുന്ന് പോരുന്നവന് അത്തരത്തിലുള്ള സാമ്പത്തിക മേൽക്കോയ്മയുണ്ടാകും. ആഴക്കാലത്ത് അധ്വാനിച്ച് ജീവിതം കെട്ടിപ്പടുത്തവന് സാമ്പത്തിക സ്ഥിതി അല്പം കുറയും. ഏറ്റവും നല്ല പെണ്ണാരെന്ന ചോദ്യത്തിന് അള്ളാന്റെ ഹബീബ് കൊടുത്ത ഉത്തരണ്ട, ആണിന്റെ മനസ്സറിയുകയും ഓന്റെ വരുമാനം മനസ്സിലാക്കി ജീവിക്കുകയും ചെയ്യുന്ന പെണ്ണ്. ഓൻ ഒരു രൂപക്കേ വകുള്ളൂ, ഒരു രൂപയിൽ ക്ഷമിച്ച് ജീവിക്കണം. ഓനൊരു കോടി റുപ്യക്ക് വകുപ്പുണ്ടോ, ഒരു കോടിക്കനുസരിച്ച് ജീവിക്കണം എന്നല്ല, ഒരു കോടിയുടെ ജീവിതത്തിൽ അള്ളാന്റെ തൃപ്തിയില്ലായ്മ ബോധ്യപ്പെടുത്തി കൊടുത്ത് അള്ളാനെ സ്നേഹിച്ച് ജീവിക്കാൻ പഠിപ്പിക്കണം. അല്ലാതെ ഉള്ളവര് അതിന്റെ അഹങ്കാരത്തിനനുസരിച്ച് ജീവിക്കുമ്പോ അങ്ങനത്തെ ആളായാ മതിയായിരുന്നു എന്റെ ഭർത്താവ്, എന്റെ മോളെ വയ്യാപ്ല എന്ന് ചിന്തിക്കലല്ല. മാസത്തിലും 28 ദിവസം ടൂർ ഉണ്ടാകുന്നവൻ നല്ല ഭർത്താവ്, നല്ല ഇസ്ലാം പഠിപ്പിച്ചത്. കൊണ്ടുപോകുന്ന പണത്തിൽ ഹക്കാവുകയും തന്റെ കുടുംബത്തെയും അവന്റെ ഭാര്യയെയും നീതിയോടെ കുടുംബത്തോട് ചേർത്ത് നിർത്താൻ ആര് പരിശ്രമിക്കുന്നോ ഓന് വരുമാനമല്ലെങ്കിലും ഓന അള്ളാന്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠൻ. ആ തിരിച്ചറിവാ ഇന്ന് കുടുംബത്തിൽ ആളുകൾ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും. മനസ്സ്